ഏത് പാപയും വ്യാഖ്യാനിച്ച് പേരാക്കാൻ കഴിയുന്ന ആളാണ് പേരോട്. ഒന്നുകൂടി ഏത് പാപയും വ്യാഖ്യാനിച്ച് പേരാക്കാൻ കഴിയുന്ന ആളാണ് പേരോട്. കേട്ടില്ലേ സഹോദരന്മാരെ? 4 ദിവസത്തെ പ്രസംഗത്തിൽ ഒറ്റ ദിവസം കൊണ്ട് മറുപടി പറയുന്നത് ഞാൻ ചുരുക്കി പറയുന്നത് നിർത്താൻ പോവാണ്. ഞാനും ബുദ്ധിമുട്ടില്ല, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുമില്ല. എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാർ ശ്രദ്ധിക്കണം. എന്റെ ജീവിതത്തിൽ എന്റെ പ്രസംഗം 4 കാര്യത്തിനെതിരാണ് ഞാൻ ഇന്നുവരെ ഉപയോഗിച്ചത്. ഒന്ന് തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരാണ്. അത് എപ്പോഴും മരിക്കുന്നതുവരെയും തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരാണ്. മറ്റൊന്ന് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ കക്ഷികൾക്കെതിരാണ്. വേറെ ഒന്ന് കള്ളത്തരീഖത്തിനെതിരാണ്. വേറെ എന്റെ പ്രസംഗം ഞാൻ ഈ 30ഓളം കൊല്ലം ഉപയോഗിച്ചത് ജനങ്ങൾ ഭക്തിയോടുകൂടെ ജീവിക്കാനുള്ള തത്വയിലേക്ക് ക്ഷണിക്കാനാണ്. നമ്മുടെ സപ്തദിന പ്രഭാഷണങ്ങളൊക്കെ ആ വഴിക്കാണല്ലോ. എന്നാ സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോൾ ഇതാ തീവ്രവാദത്തിനെതിരെ ഭീകരവാദത്തിനെതിരെ ദിനേന പ്രസംഗിക്കുന്ന പാവപ്പെട്ട നമ്മൾ, ആ രംഗത്ത് അതിനെതിരെ പ്രസംഗിക്കുന്ന നമ്മളെ പേരിൽ ഭീകരവാദം കെട്ടിവെച്ചാൽ അത് വേദനയല്ലേ? ഇതുപോലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, കള്ളത്തരീക്കത്തിനെതിരെ പ്രസംഗിക്കുന്ന നമ്മളെ മുന്നിൽ ഇവിടെ കൊണ്ടുവന്ന കള്ളത്തരീക്കത്തിന്റെ ശേഷിന്റെ കൈപിടിച്ച് പെണ്ണുങ്ങൾ ചുംബിക്കുന്നത് ഇവിടെ കാണിക്കുകയാണ് മൗലവി. ഇതുപോലെ തന്നെ അതാ എന്റെ പ്രസംഗത്തിൽ ഞാൻ എവിടെയും പറയുന്നൊരു സംഗതിയാണ്, ഈ മക്ബറകളിൽ നടക്കുന്ന അനാചാരം, കുറെ വേണ്ടാത്ത മുട്ടും ഹറാമായ മുട്ടും പാട്ടും, അതുപോലെ തന്നെ കുറെ വാദ്യമേളങ്ങളും ഗാനമേളകളും നൃത്തങ്ങളും തോന്നിവാസങ്ങളും മക്ബറകളിൽ നടത്തുന്നതിനെ ഞാൻ എത്ര പ്രസംഗം നടത്തി. തിരൂരിൽ വെച്ച് പ്രസംഗിച്ച് അൽഹംദുലില്ലാഹ് മാറ്റിച്ചു, പല സ്ഥലങ്ങളിലും മാറ്റിച്ചു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അക്കൂട്ടത്തിൽ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ MA ഉസ്താദിന്റെ വളരെ കാലം മുമ്പുള്ള ഒരു ലേഖനമെടുത്ത് വായിച്ചു. അതിൽ പഴയ ഒരു ലേഖനമാണ്. അതിൽ അനാചാരത്തിന് മഖബറയിലെ അനാചാരത്തിനെതിരാണ്. അവിടെ മസാർ എന്ന സ്ഥലത്ത് ഞാൻ മറ്റാരും വായിച്ചു പോയി വലിയൊരു സബീൽ മുമിക്കാത്ത് പറഞ്ഞത്, വളരെ പഴയൊരു സാധനം, വായിക്കാൻ കിട്ടാത്തൊരു സാധനം. ആ സാധനം വായിക്കുമ്പോൾ എന്റെ മസാർ യൂണിവേഴ്സിറ്റി മറ്റാരും വായിച്ചു പോയത് വലിയൊരു തെറ്റായി പോയി പോലും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഇത്രയും കൂടുതൽ ഖബറിന്റെ അടുക്കൽ മഖബറകളിൽ അജ്മീറിലും നാഹൂറിലും അതുപോലെ അതേ ഇബ്രാഹിം ബാദുഷ തങ്ങളുടെ ഏർവാടിയിലും പല സ്ഥലങ്ങളിലും നൂറുകണക്കിന് അനാചാരം നടക്കുന്നുണ്ട്. പലരും പോയി സുജൂദ് ചെയ്യുന്നുണ്ട്, പലരും തോന്നിവാസം ചെയ്യുന്നുണ്ട്. അതിനെതിരെ ശക്തിയായി പ്രസംഗിക്കുന്ന എന്നെ ഗണ്ണിക്കാൻ വന്ന മൗലവി ഇവിടെ ചെയ്ത തോന്നിവാസമാണ് ഞാൻ പറയുന്നത്. കുറെ മഖബറകളിൽ നടക്കുന്ന ശറഇൽ പറ്റാത്ത അനാചാരങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ CD കാണിച്ചിട്ട് പറയും ഇതാണ് സുന്നികളെ ഏർപ്പാടെന്ന് പറയുന്നു. ഓ മൗലവി, പാവപ്പെട്ട ഞാനത് ചെയ്യാറുണ്ടോ? കാന്തപുരം ഉസ്താദ് സംഘടിപ്പിക്കാറുണ്ടോ? ഞങ്ങൾ അവേലത്ത് ഞങ്ങളെ ഉറൂസ് നടത്തുന്നത് നിങ്ങളൊന്ന് വന്നു നോക്ക്. ഞങ്ങളവിടെ വാല് പറയുന്നു, ഞങ്ങൾ ഖുർആൻ ഓതുന്നു, അന്നദാനം നടത്തുന്നു. അത്തരം സൽക്കർമ്മങ്ങളല്ലാതെ നിങ്ങൾ പറഞ്ഞ തോന്നിവാസങ്ങൾ ഞങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ഇതാണോ നിങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ മുമ്പിൽ ആശയം പറയാനില്ലാഞ്ഞിട്ട് അതാണോ ചൂണ്ടിക്കാണിക്കുന്നത്? എന്നാൽ മൗലവിക്ക് വന്ന അബദ്ധങ്ങൾ ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന് നിർത്തുകയാണ്. സഹോദരന്മാരെ നിങ്ങൾ നോക്കൂ, മൗലവി ഓരോന്ന് സമ്മതിക്കാണ്. കഴിഞ്ഞ പ്രസംഗത്തിന് ഞാൻ പറഞ്ഞു യബ്കി നല്ല വായിക്കേണ്ടത്, യബ്കാന്നാണ് ഹദീസിൽ. മൗലവി സമ്മതിക്കുന്നത് കേട്ടോ. എന്താ സംഭവം ശരിയാണ്. ആ ഹദീസിൽ യബ്കി ഞാൻ വായിച്ചു ശരിയാണ്, അത് അർത്ഥമാണ്. യബ്കി എന്നല്ല യബ്കാ എന്നാണ് വായിക്കേണ്ടത്. ഓരോന്നോറും തിരുത്തട്ടെ. രണ്ടാമത്തത് കേട്ടോ, യൻസിലു റബ്ബുന എന്നത് ഖുർആനിലുണ്ടെന്ന് മൗലവി പറഞ്ഞു. ഇപ്പൊ പറയുന്നില്ല, ഇത് അബദ്ധം പറ്റിയതാണ് കേട്ടോ. യൻസിലു റബ്ബുന നിങ്ങൾക്ക് അള്ള ഖുർആനിൽ പറഞ്ഞ കാണിച്ചു തരാൻ പറ്റുമോ? അല്ലെങ്കിൽ കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ അങ്ങനെ പറഞ്ഞുപോയി. മൂപ്പർ അങ്ങനെ പറഞ്ഞുപോയി. എനിക്ക് കേട്ടോളൂ, എന്നെ സംബന്ധിച്ച് അയാൾ പറഞ്ഞത് എന്താണ്? മസ്അല എന്ന് പറയാൻ അറിയാത്ത മുസ്ലിയാരാണ്. എന്നാൽ ഞാൻ മസ്അല എന്ന് പറയുന്നത് നേരത്തെ കൽപ്പിച്ചില്ലേ? ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ മസാല ഉണ്ടാക്കാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതെടുത്തിട്ട് എനിക്ക് മസാല എന്ന് പറയാൻ അറിയില്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ മൗലവിമാർ ചിരിച്ചല്ലേ ചെയ്തത്, മുജാഹിദുകൾ ചിരിച്ചല്ലേ ചെയ്തത്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് അഹ്സറയിൽ വെച്ച് പറയാം. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? മൗലവി പറയുന്നു വീട് മക്ബറയാക്കൽ ഹദീസിലുണ്ട്, അതുകൊണ്ട് മക്ബറയിൽ ഖുർആൻ ഓതാൻ പാടില്ല. ഉടനെ തന്നെ വേറൊരു സന്ദർഭത്തിൽ അയാൾ പറയുന്നു അല്ലാഹുവിന്റെ റസൂല് മക്ബറയിൽ നിസ്കരിച്ചിട്ടുണ്ട്. നിസ്കരിക്കുമ്പോൾ ഫാത്തിഹയോടൂലേ മൗലവി? അത് ഖുർആനല്ലേ? രണ്ടുമൊന്ന് കേട്ടോ. പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ വീടുകൾ നിങ്ങൾ മക്ബറകളെ പോലെയാക്കേണ്ടി കേട്ടോ. മക്ബറകളിൽ നിസ്കാരം നടക്കില്ല. മക്ബറകളിൽ മുസ്ലിമീങ്ങളുടെ മക്ബറകളിൽ അവിടെ നിസ്കാരമില്ല. മുസ്ലിമീങ്ങളുടെ ഗൗരവസ്ഥാനിൽ റൂസിന്റെ പരിപാടിയില്ല. അതുകൊണ്ട് അതുപോലെ നിങ്ങളുടെ വീടാക്കാതെ നിങ്ങളുടെ വീടുകൾ
നിങ്ങളുടെ വീടുകളെ നിങ്ങളുടെ മക്ബറകളെ പോലെ ആക്കരുത്. ഇനി റസൂലുള്ള ഖബർ വന്ന് നിസ്കാരിയാണല്ലേ പറഞ്ഞു മുസ്ലിമീങ്ങളെ മക്ബറയിൽ റസൂലുള്ള മുസ്ലിമല്ലേ, സഹാബത്ത് മുസ്ലിമല്ലേ, ഇതൊക്കെ അയാളല്ല, അയാളെ വാഴല്ലേ. നിങ്ങളെവിടെ കൊണ്ടുപോയിട്ടാണ് ആ സഹോദരിയെ കബറടക്കിയതെങ്കിൽ ആ കബറ് നിങ്ങളെനിക്കൊന്ന് കാണിച്ചു തരുമോ? സഹാബത്തിന്റെ കൂടം തോന്നുന്നു, മക്ബറയിലേക്ക് പുറപ്പെടുന്നു. സഹാബത്തതാ പുതുമണ്ണുള്ള കബറ് കാണിച്ചു കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് ആ സഹോദരിക്ക് വേണ്ടി കബറിൽ നിന്നുകൊണ്ട് ജനാസംസ്കാരം നിർവഹിച്ചല്ലോ. ഇത് നമുക്ക് സഹീഹായ ഹദീസുകളിൽ കാണാം. കണ്ടോ, മുസ്ലിമീങ്ങളെ മക്ബറയിൽ നിസ്കാരില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നത് ജനാസ റസൂൽ നിസ്കരിച്ചു. ഇതൊക്കെ ഒരേ മൗലവിയെ പറഞ്ഞു. രണ്ടാളാണ് ഒറ്റ മൗലവി നാദാർത്ഥിക്ക് കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞു. ഇതൊക്കെ